റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. ഇപ്പോൾ എത്തുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത. നിർണായക വെളിപ്പെടുത്തലുമായി ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്കൊപ്പമുണ്ടായിരുന്ന പെൺകുട്ടി കന്യാസ്ത്രീകൾക്കെതിരെ മൊഴി നൽകാൻ നിർബന്ധിച്ചു. ബജ്രംഗ് ദൾ നേതാവ് ജ്യോതി ശർമ്മ മർദ്ദിച്ചു, ഭീഷണിപ്പെടുത്തി. ബജ്രംഗ് ദൾ പറഞ്ഞത് പ്രകാരം കേസെടുക്കാൻ നിർബന്ധിച്ചുവെന്നും പെൺകുട്ടി. ദേശീയ മാധ്യമത്തിലാണ് 21-കാരിയായ ആദിവാസി യുവതി പ്രതികരണം നൽകിയിരിക്കുന്നത്. ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, നിർണായകമാണ് ഈ മൊഴി. നമ്മൾ നേരത്തെ പുറത്തുവിട്ട വീഡിയോയിലും ഈ പെൺകുട്ടികൾ തങ്ങൾ ക്രിസ്തീയ വിശ്വാസികളാണെന്നും തങ്ങളുടെ സ്വന്തം താല്പര്യപ്രകാരമാണ് ഈ കന്യാസ്ത്രീകൾക്കൊപ്പം പോയതെന്നും പറയുന്നുണ്ട്. ഇപ്പോൾ ദേശീയ മാധ്യമത്തിന് നൽകിയ പ്രതികരണത്തിലും ഈ മൊഴി വളരെ നിർണായകമാവുകയല്ലേ? നാളെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി ഇതടക്കം പരിഗണിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുകയാണോ? അങ്ങനെ ഛത്തീസ്ഗഡ് സർക്കാരിന്റെ നീക്കം പൊളിയുകയാണോ ആദിൽ പാലോട്? വളരെ പ്രധാനപ്പെട്ട കാര്യം, വളരെ പ്രധാനപ്പെട്ട നിർണായകമായ മൊഴി വിവരമാണ് ഇക്കാര്യത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. നിർണായക വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്ത. കന്യാസ്ത്രീകൾക്ക് ഒപ്പം 3 പെൺകുട്ടികൾ, 3 യുവതികളാണ് ഉണ്ടായിരുന്നത്. 18 വയസ്സ് പൂർത്തിയായവരാണ്. ഇക്കാര്യത്തിൽ നമ്മൾ തന്നെ പ്രാദേശിക മാധ്യമത്തിന് നൽകിയ അഭിമുഖം പുറത്തുവിട്ടിരുന്നതാണ്. സമാനമായ പ്രതികരണം ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾക്ക് നൽകുന്നു എന്നുള്ളതാണ്. ഇന്ത്യ ടുഡേ അടക്കം, ഇന്ത്യൻ എക്സ്പ്രസ് അടക്കമുള്ള മാധ്യമങ്ങൾക്ക്, ഇംഗ്ലീഷ് മാധ്യമങ്ങൾക്ക് ഇത് സംബന്ധിച്ചുള്ള അഭിമുഖം നൽകിയിരിക്കുന്നു. കന്യാസ്ത്രീകൾക്കെതിരെ മൊഴി നൽകാൻ പോലീസ് നിർബന്ധിച്ചു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട നിർണായകമായ വെളിപ്പെടുത്തലുകളാണ് ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന്, യുവതിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. ബജ്രംഗ് ദൾ നേതാവ് ജ്യോതി ശർമ്മ മർദ്ദിച്ചു, ഭീഷണിപ്പെടുത്തി എന്നിങ്ങനെയുള്ള വിവരങ്ങളും ഈ അഭിമുഖത്തിലുണ്ട്. ബജ്രംഗ് ദൾ പറഞ്ഞത് പ്രകാരമാണ് കേസെടുത്തത്. ഇതിനുള്ള ഒരുപാട് നിർബന്ധിച്ച ശേഷമാണ് കേസെടുക്കാൻ തയ്യാറായത് എന്നും ഈ അഭിമുഖത്തിലുണ്ട്. 21-കാരിയായ ആദിവാസി യുവതിയുടെ അഭിമുഖം ഇംഗ്ലീഷ് മാധ്യമത്തിലാണ് വന്നിരിക്കുന്നത്. ഇന്ത്യ ടുഡേ അടക്കമുള്ള പല മാധ്യമങ്ങളിലും ഇത് ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഏതായാലും വളരെ പ്രധാനപ്പെട്ട വിവരമാണിത് എന്നത് പ്രത്യേകം പറയണം. കാരണം ഇപ്പോൾ തന്നെ പലതരത്തിലുള്ള ആരോപണങ്ങൾ പല രൂപത്തിലുണ്ട്. മതപരിവർത്തനം നടന്നിട്ടുണ്ട്, മാത്രമല്ല മനുഷ്യക്കടത്ത് നടന്നിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് ഛത്തീസ്ഗഡിൻ്റെ മുഖ്യമന്ത്രി തന്നെ എക്സ് കുറിപ്പിലൂടെയും അല്ലാതെയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കന്യാസ്ത്രീകൾക്കൊപ്പം പോയ യുവതികളിൽ ഒരാൾ കൃത്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്നും ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് കേസെടുത്തതെന്നും ഈ ജ്യോതി ശർമ്മ എന്ന ബജ്രംഗ് ദളിന്റെ പ്രാദേശിക നേതാവ് തങ്ങളെ മർദ്ദിച്ചുവെന്നുമുള്ള, ഭീഷണിപ്പെടുത്തിയെന്നുമുള്ള കൃത്യമായ വെളിപ്പെടുത്തലുകൾ, നിർണായകമായ വെളിപ്പെടുത്തൽ ഇപ്പോൾ മാധ്യമങ്ങളോട് പറയുന്നത് അരുൺകുമാർ. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. ആ പെൺകുട്ടിയുടെ നിർണായക മൊഴിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ബജ്രംഗ് ദൾ പ്രവർത്തകർ മർദ്ദിച്ചുവെന്നും ജ്യോതി ശർമ്മയടക്കം തന്നെ മർദ്ദിച്ചുവെന്നുമുള്ള മൊഴി നൽകിയിരിക്കുന്നത്. ഇപ്പോഴും ജ്യോതി ശർമ്മയ്ക്കെതിരെയോ ബജ്രംഗ് ദൾ പ്രവർത്തകർക്കെതിരെയോ കേസെടുത്തിട്ടില്ലെന്ന് മാത്രമല്ല, നിർബന്ധിച്ച് മർദ്ദിച്ച് മൊഴി കുടിപ്പിച്ച കന്യാസ്ത്രീകളെ 53 ക്രിമിനലുകളോടൊപ്പം ജയിലിൽ പാർപ്പിച്ചിരിക്കുകയാണ് ഛത്തീസ്ഗഡ് സർക്കാർ.